കറക്റ്റ് ചോദിച്ചാണോ? കറക്റ്റ് അവൻ പറഞ്ഞ എമൗണ്ട് ശരി. $150. 130. 130. ടവറൊക്കെ ഉണ്ടാക്കണ ഇതിലാണ് കേട്ടോ. $13? 330. One piece. Munchi. Price? Okay. ഇവിടെ BMW സ്റ്റിയറിംഗ് വീലൊക്കെ ഉണ്ട് കേട്ടോ. കാർബൺ ഫൈബറാണ്. അതുപോലെ തന്നെ ഫോർച്യൂണർ അപ്ഗ്രേഡ് പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഫോർ എൻക്വയറി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇവിടെ വന്നതാണ് കേട്ടോ. ഇങ്ങോട്ട് പോയി നോക്കിയല്ല, അങ്ങോട്ട് ആ. നമ്മളിവിടെ ഇരിക്കാനാണ്. ഇത് ഇരുന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞതാണ്. $7.5 per set. Per set. Per quantity minimum order quantity. സാധാ ഒരു കാർ സ്റ്റീരിയോ ആണ് കേട്ടോ. സാധാ മോഡൽ. അതിനെ ആൻഡ്രോയിഡ് ആക്കണ AA ബോക്സ് ആണ് ഇത്. Okay. The YouTube all support. TikTok. CarPlay. Auto CarPlay. Okay. Mirror link. Okay. You can download more apps. 260. The 464. Okay. ബൈക്കിൻ്റെ ആൻഡ്രോയിഡാണ് കേട്ടോ. ബൈക്കിലെ ആൻഡ്രോയിഡും ക്യാമറയാണ്. ഫ്രണ്ടും ബാക്കും ക്യാമറ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ മോട്ടോർ ബൈക്കിൻ്റെയാണ് കേട്ടോ. അല്ല പ്രീമിയം ബൈക്കിലാണ് കൂടുതലും പറഞ്ഞത്. ഇങ്ങനെയാണ് എൻ്റെ ബാക്ക് പറഞ്ഞത്. സ്പീഡോമീറ്റർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആപ്പിൾ കാർപ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടയറിൻ്റെ കാറ്റ് എത്ര ഉണ്ടെന്നും എല്ലാം അറിയാൻ പറ്റും. സാധാ ഒരു സിസ്റ്റമാണ്. അതിപ്പം ഈ ഒരു സാധനം കണക്ട് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡായിട്ട് മാറും. അപ്പം കമ്പനി സെറ്റുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഇത്. ഒരുപാട് വേരിയൻറ്റ് മോഡലുണ്ട് കേട്ടോ. ആപ്പിൾ കാർപ്ലേ. Okay, WhatsApp, WeChat, Map. Okay. Apple CarPlay, YouTube. Don't support. YouTube नहीं, no. You cannot use. 刚才 radio 了没有？ No. Okay. 200 ml water. Yeah, this is a 200 ml water ഇതിൽ പിടിക്കും. super absorbent. The water? No. Oh. Yeah. 把它一拧干，可以反复的 Lock 用。 into the tower. 家里有没有地毯？这个 Do 地 you 毯 have the matcha in your home?
The water. Water. Too much water. Yes, we can use our towel to absorb. Good. Yes, the Water. water be poured വാട്ടർ out. വലിച്ചെടുക്കുമെന്ന് അല്ലേ? So, Yeah. what's the size of this towel? 43 by 32. ഓക്കെ. 43 by 32 cm. 跟他解释一下，这个是双色的，单色的是一样的。 I means the Yes. width and length. No, look here. 干嘛的？ 43, 32. 你 Yeah. 跟他解释一下，那个是两个颜色，它分别不一样。有啥子呢？这个是颜色。烟花对联， Can I get, 衣服 can I get one sample? 衣服 Yeah. 洗完衣 After 服 you wash your 这样 clothes, you can use this towel to make your clothes dry. 吸水性非常强。 Super absorbent. The same towel? Yeah, Patch, right. patch. Right. But this is a single color. This is No water. double color. Just a color. Yes. This towel can be used in this. Also can. Same. Just a different. മെക്ഡോണാൾഡിലാണ് ഫുഡ് കഴിക്കാൻ വന്നത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ തിരക്ക്. അവിടെ ബില്ലടിച്ചിട്ട് ഇവിടെ വന്ന് കളക്ട് ഏരിയ വന്ന് കളക്ട് ചെയ്യണം. ഇതാണ് എമൗണ്ട് 80. ടോട്ടല് 100 രൂപ നമ്മൾ കൊടുത്ത് അതിൽ 80 രൂപ ആയിട്ടുണ്ട്. 80 RMB ആണ് കേട്ടോ. നാട്ടിൽ 800 രൂപ, 850 രൂപ വരും. Três palmas. Exatamente isso. സ്ട്രോ ചോദിച്ച് കുറേ നേരം നിന്ന് കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് സ്ട്രോ ഇല്ല, ഇവിടെ നിന്നാണ് സിപ്പ് ചെയ്യണത്. അതുപോലെ അലോവീലൊക്കെ കണ്ട നെട്ടിപ്പോവും കേട്ടോ. അമ്മാതിരി സെറ്റപ്പാണ്. ഈ അലോവീലൊക്കെ നൈസാണ് കേട്ടോ. പോവാ. കാൻട്ടൺ ഫൈൻ്റെ ഫ്രണ്ടേജ് എന്ന് വെച്ചാൽ ഈ ഏറ്റവും ടോപ്പിൽ ചൈനീസ് കൊടിയും ബാക്കി 4 വെള്ള കൊടിയും ഉണ്ട് കേട്ടാ. ഇതാണ് എൻ്റെ ഔട്ട് ലൊക്കേഷൻ. ഇവിടെ കാൻട്ടൺ ഫൈൻ ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് പറയണത്. കാൻട്ടൺ ടവർ കണ്ടിട്ട് കാണാൻ പറ്റണില്ല. ഇത് ഏതാണെന്ന് അറിയില്ല. എന്നാൽ കാൻട്ടൺ ടവർ ഉള്ളതിലെ ഏറ്റവും വലിയ ഹൈറ്റ് കൂടിയ ടവറാണെന്നാണ് പറയണത്. അപ്പം ഇതാണ് എൻ്റെ കാൻട്ടൺ ഫൈൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് മെയിൻ ഒരു ലൊക്കേഷൻ. ചൈന ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിങ് എൻ്റെ ഫെയറാണ്. ഇത് T80. Yeah, DAB. ഓക്കെ. history. 33 Yeah, but without the wire. without wire. Okay, The okay. wire is it's a price. This not 15.5 inch. I look up from the corners to your side and teary-eyed you look away from me. I see there's something you're trying to hide. hi. ഡുവൽ സ്ക്രീനാണ്. ഗൈസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം കാണിച്ചത്. ഇറേസ് ചെയ്തിട്ട്
റെഡ് കളറിൽ കാർ ഡോക്ടർ എന്ന് എഴുതി തരും കേട്ടോ. ലൈറ്റ് ബോർഡാണ് കേട്ടോ. ഇതൊന്നും നമ്മളവിടെ ഞാൻ ഇതൊന്നും കണ്ടില്ല. ഉണ്ടെങ്കിൽ നല്ല പ്രീമിയം വില ആയിരിക്കുമേ. കണ്ടാൽ പറയൂല ഈ ലൈറ്റ് ബോർഡിലാണ് വർക്ക് ആവണമെന്ന്. ഇവിടെ ഒരു ഈ പുലിയുടെ ബാക്കിൽ സ്ക്രീൻ ഉള്ളത് ഫ്രണ്ടിൽ നിന്ന് അറിയാൻ പറ്റില്ല. ഈ സൈഡിൽ നിൽക്കുമ്പോൾ പോലും അറിയാൻ പറ്റുന്നില്ല. കണ്ടല്ലേ, ഇത് ഒരു അകത്ത് കിടന്ന് കറങ്ങുന്ന ഫാനാണ്. ശരിക്കും നമുക്ക് അടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല, എന്നാൽ ദൂരെ നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല. ഫാനിൽ കൂടിയാണ് ഇത് വർക്ക് ആവുന്നത്. അങ്ങനെ കാൻഡൺ ഫയറിൽ 2 ഡേ ഫിനിഷാണ്. സമയം ആവാറായി, അതുകൊണ്ട് ഇറങ്ങാൻ മെസ്സേജ് വന്ന്. അപ്പം സമയമുണ്ട്, ഇനി അരമണിക്കൂർ എന്തോ ഉണ്ട്. അപ്പം അരമണിക്കൂറാകുമ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്യും. അപ്പം ഈ ഒരു സംഭവമാണ് 21.2 ദ റോബോട്ടിക് ടെക്നോളജി. ചൈന ഡെവലപ്പ് എന്ന് പറയാൻ കാരണം ഈ ഒരു ഫ്ലോറാണ് കേട്ടോ. ഇതിനകത്ത് കയറും ഇവിടെ വരെയാണെങ്കിൽ. അപ്പോഴ് ഇവിടെ ചൈനക്കാർ മാത്രമല്ല ഈ കാൻഡൺ ഫയറിൽ വന്നത്, ഇന്ത്യ തൊട്ട് എല്ലായിടത്തു നിന്ന് ആൾക്കാർ വരും. കൂടുതലും കാൻഡൺ ഫയറിൽ വരണത് യൂറോപ്യൻ ആൾക്കാരും ഓസ്ട്രേലിയ, ജപ്പാൻ, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് വരണത്. പുറത്തു നിന്നൊക്കെയാണ് കൂടുതലും വരണത്. പക്ഷേ അവർക്ക് വേണ്ടിയാണ്. നല്ല റേറ്റാണ് കേട്ടോ. നമ്മൾ തന്നെ ചോദിക്കുമ്പം അത്യാവശ്യം നമ്മളെ ഡൽഹി പ്രൈസൊക്കെ വരണമുണ്ട്. അപ്പോൾ നല്ല റേറ്റിനാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ MOQ മാക്സിമം ഓർഡർ ക്വാണ്ടിറ്റി ഒക്കെ എന്ന് വെച്ചാൽ 500, 1000, 3000 എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് എടുക്കാനുള്ള കപ്പാസിറ്റി വേണം. പിന്നെ ഞാൻ വന്നത് ചൈന കാണാൻ വന്നതാണ്, പിന്നെ വിസിറ്റ് ചെയ്യാൻ വന്നതല്ല, പർച്ചേസ് ചെയ്യാനൊന്നുമല്ല വന്നത്. നമുക്ക് എന്തായാലും അറിയാം, നമുക്ക് അതിനുള്ള അത്രയ്ക്കുള്ള പർച്ചേസിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ചൈന കാണണമെന്നൊരാഗ്രഹം. പർച്ചേസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡൽഹിയും കോയമ്പത്തൂരും പോലെ ഇവിടെയും ഉണ്ട് അങ്ങനത്തെ മാർക്കറ്റ്. ഒരു പീസ് വേണമെങ്കിലും വാങ്ങിക്കാം. അവിടെ പോയി പർച്ചേസ് ചെയ്താൽ നമ്മളെ കൊണ്ട് പറ്റും, അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് ഫാക്ടറിയൊക്കെ ഉള്ളവരും പിന്നെ വലിയ ഫാക്ടറി ഉള്ളവർക്ക് ഇവിടെ ഇടാൻ പറ്റുള്ളൂ. അല്ല സാധാരണ ഒരുകാർക്ക് ചെറിയൊരു ഓൺലൈൻ ബിസിനസ്സിനവർക്ക് ഇതിനകത്ത് ഇടാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഈ കാൻഡൺ ഫയറിൽ എത്രയോ രൂപ ഫീസ് അടച്ചാണ് എടുക്കുന്നത്. വെച്ചാൽ ഈ ബിൽഡിംഗ് എന്ന് വെച്ചാൽ അത്യാവശ്യം നിങ്ങൾ കണ്ടല്ലോ, പറയേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ 3.5 ലുലുമാളിൻ്റെ സൈസ് പറഞ്ഞ ഒരു ബിൽഡിങ്ങിനാണ് ഈ ഒരു ഫെയർ നടക്കണമെങ്കിൽ അത്യാവശ്യം പൈസ വാങ്ങിച്ചിട്ടായിരിക്കും അവർ ചെയ്യണത്. നമ്മളവിടെ കനവൊന്നിനൊക്കെ സ്റ്റോൾ ഇടുമ്പോൾ തന്നെ ദിവസം റെൻറ്റ് 1000, 1500, 2000 ഒക്കെയാണ്. അത് തന്നെ അതിനെക്കാട്ടി ഡബിളിൻ്റെ ഡബിളായിരിക്കും ഇവിടുത്തെ ഇത് പറഞ്ഞത്. പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാം. എന്ത് വേണമെങ്കിലും നല്ല ചീപ്പായിട്ട് ബാർഗൻ ചെയ്ത് പർച്ചേസ് ചെയ്യാം. 1 2 സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഇതൊന്നുമല്ല കാര്യം, അതിനെ വരാൻ തന്നെ തീരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ പാസ്പോർട്ട് കളയുകയാണെങ്കിൽ തിരിച്ച് പോകാൻ പറ്റില്ല. ഈ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്ഥലത്ത് പോകും കണക്ക് ചൈനയിൽ പോകാനും പറ്റില്ല. അതാണ് ഏറ്റവും വലിയ കഴപ്പെന്ന് ഉദ്ദേശിച്ചത് അയാളാണ് കേട്ടോ. ചൈനയിൽ ഇമിഗ്രേഷനിൽ എന്തെങ്കിലും നമ്മൾ മാറ്റി പറയണമെങ്കിൽ അപ്പർ റിജക്ഷൻ അടിച്ച് തിരിച്ചു വരാൻ വിടും. അത്രയ്ക്ക് ശരിക്കും 10ാം ക്ലാസ് എക്സാമിന് ഒരു ഇത്ര പേടിയില്ലായിരുന്നു കേട്ടോ. എന്നാൽ ഇമിഗ്രേഷന് നല്ല പേടി ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു ക്യാൻസൽ ചെയ്യാനൊക്കെ നല്ല ചാൻസ് കൂടുതലാണ്. പിന്നെ ഇപ്പോൾ എന്ത് ക്യാൻസൽ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇവിടെ കാൻഡൺ ഫയർ നടക്കണോണ്ട് അവരെ ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് മാത്രം, റിട്ടേൺ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് മാത്രം, നമ്മളിപ്പോൾ റിട്ടേൺ എടുക്കാതെ വരെയോ കാൻഡൺ ഫയറിൻ്റെ പരിപാടി ഇപ്പം നടക്കില്ലെങ്കിൽ ഒരിക്കലും ചൈന കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചൈന കാണാൻ വന്നത്. ഇവിടെയാണ് റിട്ടേൺ പോകണത് വെച്ചാൽ ഇത് ഇത്രയും ആൾക്കാരൊക്കെ ആയിട്ട് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് മെയിൻ എൻട്രൻസ്. പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്നാണ് കയറണത്. ഇതാണ് കാൻഡൺ ഫയറിൻ്റെ ഓരോ ബിൽഡിങ്. അതൊരു ബിൽഡിങ്, നമ്മൾ നിൽക്കുന്ന ഒരു ബിൽഡിങ്, അതൊരു ബിൽഡിങ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫെയർ ഉണ്ട്, അത് ഏതോ ബ്രിഡ്ജ് കടന്നാണ്, അത് അവിടെ ആയിട്ട് വരും. അങ്ങനെ ഒരുപാട് കാൻഡൺ ഫയർ നടക്കുന്ന ഒരു ബിൽഡിങ്. ഇത് എത്രയോ വർഷങ്ങൾ കടന്ന് ജീവിക്കുന്നതൊക്കെയാണ് ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ റോഡിൽ നോക്കുകയാണെങ്കിൽ ഫുൾ ഇലക്ട്രിക് ബൈക്ക് ആൻഡ് കാർ, ബൈക്കില്ല കാറ്, പിന്നെ കുഞ്ഞു കുഞ്ഞു സൈക്കിളും ചെറിയ ചെറിയ മോട്ടോർ സൈക്കിളൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലും ഇലക്ട്രിക് തന്നെയാണ്. പക്ഷേ പെട്രോൾ വണ്ടി കുറവാണ്, ഡീസൽ വണ്ടി ഇല്ല. ഇവിടെ ഒരു വണ്ടി പോലും ഇല്ല ഡീസൽ. ഫുൾ പെട്രോൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കാണ്. അങ്ങനെയാണ് ഇവിടുത്തെ സംഭവം. പറയാനുള്ളതെന്ന് വെച്ചാൽ ചൈനയിലെ
കൾച്ചർ പൊളിയാണ്. അവിടുത്തെ ഡ്രസ് കോഡ് സെറ്റാണ് വെച്ചാൽ ഫുൾ നീറ്റാണ് വെച്ചാൽ മോശമായിട്ട് പറയാൻ ഒന്നുമില്ല. ബാക്കിയുള്ളവരാണ് ശരിക്കും ഇന്ത്യയിലെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഇന്ത്യക്ക് മോശമെന്ന് പറയുവാണെങ്കിൽ. ചൈനയിലെ ആൾക്കാർ ഫുള്ളും ഇങ്ങനത്തെ ഒരു കാറ്റഗറി ഡ്രസ്സാണ് ഉള്ളത്. നല്ല സാധാ നോർമൽ പാൻറ്റ് ഷർട്ടൊക്കെ. ഇതൊക്കെ എന്ന് വെച്ചാൽ ചൈന അല്ല, ഇന്തോനേഷ്യ ആഫ്രിക്ക അല്ലായിരിക്കും കേട്ടോ. ഇതൊക്കെയാണ് ചൈന ഡ്രസ് കോഡ് വെച്ചാൽ ആരും ഇതാക്കണ്ടില്ലേ, ഇങ്ങനത്തെ ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ. ഫുൾ ക്ലോസ് ആണ് വെച്ചാൽ ഓപ്പണായിട്ട് ഒന്നും ഇടൂല അവർ. ഇതാ കണ്ടില്ലേ, ഇതൊക്കെയാണ് ചൈനക്കാരുടെ ഡ്രസ് കോഡ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വേറെ ഡ്രസ്സ് രീതി ഇടുകയാണെങ്കിൽ അവർ ചൈനക്കാരേ ഇല്ല. കാണാൻ അതുപോലെയൊക്കെ ഇരിക്കും, എന്നാലും അവർ ചൈനക്കാരല്ല. ചൈന അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ സംഭവിക്കണം പറയാവുള്ളൂ. ചൈന വിസ് ഇന്ത്യയും ചൈനയൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചൈന ഇസ് ഗുഡ് സ്ഥലമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഒരു വണ്ടി ഇല്ല ഡീസലിനും പെട്രോളിലും. ഇതൊക്കെയാണ് ഇവിടുത്തെ ടാക്സി. ഇത് പച്ച ബോർഡായാലും മുകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തും. ഇതല്ലേ ഇത് ഇവിടെ എന്തോ ടാക്സി പോലത്തെ ഓർണ വണ്ടിയാണ്, അല്ലാണ്ട് പോണ എല്ലാ വണ്ടി. പിന്നെ ഇവിടെ BM ബെൻസ് അതൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഫുൾ ചൈന. അവർക്ക് മാത്രമേ അവരെ വണ്ടിയെ ഉപയോഗിക്കുകയുള്ളൂ. അവർക്കാണ് അതാണ് ഇഷ്ടം. അല്ല ഇഷ്ടമൊന്നുമല്ല, അവരെ വണ്ടി അവരെടുക്കുകയുള്ളൂ. പുറത്തുള്ള ജർമ്മൻ വണ്ടിയും BM ഒന്നും ഉണ്ട്, ഒന്നോ രണ്ടോ ഉണ്ട്. പിന്നെ ഇവിടെ കൂടുതലും പ്രീമിയം എന്ന് വെച്ചാൽ ടെസ്ലയാണ് കേട്ടോ. വലിയ ആൾക്കാരൊക്കെ ഉപയോഗിക്കണം ടെസ്ലയായിരിക്കും. ഇതിന് കോപ്പിയാണ് ടൊയോട്ടയുടെ വെൽഫെയറിൻ്റെയൊക്കെ കോപ്പി. അതിൻ്റെ അച്ഛനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കും ഇവിടെ. വെൽഫെയർ തോറ്റു ഒമ്മാതിരി ലുക്കിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടൊയോട്ടയിൽ ആവശ്യമില്ല. ടൊയോട്ടയുടെ കാറ് ഞാൻ മലേഷ്യ പോയപ്പോൾ കണ്ട്, എന്നാൽ ചൈനയിൽ പോയപ്പോൾ ഒരു ടൊയോട്ടയുടെ കാറ് പോലും കണ്ടില്ല. ഉണ്ട്, പഴയ കാറുണ്ട്. ഒരുപാട് കൺട്രിയിലുള്ള ആൾക്കാരെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഈ ഒരു ക്യാൻറ്റോൺ ഫെയർ നടക്കണുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു മാപ്പ് കാണിക്കുന്നത്. ഇതാണ് ഒരു മാപ്പ്. 4 ബ്ലോക്കായിട്ട് അവർ നിയമിച്ചിരിക്കുന്നത്. കണ്ടല്ലേ, കാറ് പറഞ്ഞാൽ കണ്ടല്ലേ, ഇതെല്ലാം ചൈനീസ് കാറാണ് കേട്ടോ. ഇതൊന്നും പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ആ ബസ് ഒരാ ഇലക്ട്രിക് ആണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ മറ്റേ പോലീസിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ പോണ ബൈക്കാണ് പോണത്. നമ്മളെ നാട്ടിൽ ടൊയോട്ടയുടെ ഇന്നോവയും ഫോർച്യൂണറും പോകുന്ന കണക്ക് ഇവിടെ സൂപ്പർ ബൈക്കാണ് പോകുന്നത്. അതും ചൈന ബൈക്കായിരിക്കും, ബ്രാൻഡൊന്നും കാണാനില്ല. അല്ലെങ്കിൽ BM ആയിരിക്കും. എന്നാൽ നമ്മൾ ചൈനയിൽ നിന്ന് നമ്മളിനി ക്യാൻറ്റോൺ ഫെയറിൽ ഇനി വരേണ്ട ആവശ്യമില്ല. നമ്മൾ 2 ഡേ ക്യാൻറ്റോൺ ഫെയർ വന്നുകൊണ്ട് ഇനി പുറത്തുള്ള മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകണം. പിന്നെ ബുള്ളറ്റ് ട്രെയിനും അതുപോലത്തെ കുറേ ക്യാൻറ്റോൺ ടവർ. ഈ ക്യാൻറ്റോൺ ടവറാണ് ഏറ്റവും വലിയ ടവർ. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ ആവാൻ കാരണം എന്നൊക്കെ പറയാൻ കേട്ട്. പിന്നെ ചൈന ഡെവലപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ബിൽഡിങ്ങിനൊക്കെ വേണമെങ്കിൽ നീക്കി വയ്ക്കാൻ പറ്റും. അത്രയ്ക്ക് ഒരു ഡെവലപ്പാണ് വെച്ചാൽ. ഡെവലപ്പ് എന്ന് വെച്ചാൽ അന്യായ ഡെവലപ്പ്. ഇത്ര വലിയ ബിൽഡിങ്ങിനൊക്കെ ശകലം അങ്ങോട്ട് നീക്കി വയ്ക്കണം ഇങ്ങോട്ട് നീക്കി വയ്ക്കണം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പം ചെയ്ത് കൊടുക്കും, ചെയ്യും. അങ്ങനത്തെ ടെക്നോളജിയാണ് അവർ കാണിക്കുന്നത്. ഇനി ഒരു 10-15 വർഷമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പം ഏറ്റവും വലിയ മോസ്റ്റ് ഡെവലപ്പറായിരിക്കും. ഇപ്പോഴന്നെ ഏറ്റവും ടോപ്പിലാണ് ചൈന എന്ന് പറയുന്നത്. ടൊയോട്ടയുടെ പക്ക കോപ്പിയാട്ടോ വെൽഫെയർ. ഇതാ കണ്ടില്ലേ, ടൊയോട്ടയുടെ വെൽഫെയർ തോറ്റു. അത് ലുക്കാണ് ഈ വണ്ടിയൊക്കെ. ചൈനീസ് കാറാണേ. ടൊയോട്ടയുടെ വെൽഫെയറിൻ്റെ ഓപ്ഷനേക്കാൾ കൂടുതൽ ഓപ്ഷനുണ്ട്. അത്രയ്ക്കും സ്ക്രീനൊക്കെ എന്ന് വെച്ചാൽ ചെറിയ വല പോലത്തെ സാധനത്തിൽ TV കാണാൻ പറ്റും. പിന്നെ എല്ലാം ഇലക്ട്രിക്കാണ്. പിന്നെ ഇങ്ങനത്തെ ബൈക്കാണ് കൂടുതലുള്ളത്. ഇവിടെ ഹെൽമെറ്റ് വയ്ക്കണ്ട. പിന്നെ ബാക്കി ബൈക്കില്ല കേട്ടോ. ഇങ്ങനത്തെ ബൈക്കാണ് കൂടുതലും പോണത്. അവർക്ക് ബൈക്കും കാര്യങ്ങളൊന്നുമില്ല. പയ്യനെ പിടിച്ച കേട്ടാ. അതിൽ വയറും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. റോഡിൽ കൂടെ വയറും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സൈലൻ്റ് ആണ്, സ്ഥലം സൈലൻ്റ് ആണ്. എന്തെന്ന് വെച്ചാൽ സൗണ്ട് ഇല്ലല്ലോ, ഫുൾ ഇലക്ട്രിക് അല്ലേ. ഇതിലെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇതുപോലെ നമ്മളെ നാടാകും 2075 ആകുമ്പോൾ. പിന്നെ ഇവിടെ വേറെ ഒരു കണ്ട സംഭവം എന്ന് വെച്ചാൽ സിഗരറ്റ് വലിക്കുക. പബ്ലിക്കായിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് നടന്നുകൊണ്ട് പോവാം. പിന്നെ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഓപ്പണായിട്ട് വലിക്കണുണ്ട്. അത് അവരെ കൾച്ചർ ഇതായിരിക്കും. വേറെ ഒന്നും അങ്ങനെ കണ്ടില്ല. പിന്നെ വെള്ളം അടിക്കുന്നതൊക്കെ പബ്ലിക്കായിട്ട് അടിക്കുന്നുണ്ട് ഹോട്ടലിൽ, അല്ലാണ്ട് ഇങ്ങനത്തെ സ്ഥലത്തൊന്നുമില്ല.
എന്താ അതിനൊന്നും വലിയ കുഴപ്പമില്ല കണ്ടതിൽ വെച്ച്. ചൈനയിലെ അവരവർ നമ്മൾ പറയണ അവർക്ക് മനസ്സിലാവണുണ്ട്, അവർ പറയണത് നമുക്ക് മനസ്സിലാവണുണ്ട് കേട്ടോ. പിന്നെ ഈ ചൈന ലാംഗ്വേജ് നമ്മളത് പറയില്ല, അവർ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. എന്നാൽ ചൈനയും ഇംഗ്ലീഷായിട്ട് മിക്സ് ചെയ്ത് പറഞ്ഞാലും അവർ പറയണ വെച്ച് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അല്ലാണ്ട് ഇങ്ങനെ ഭാഷ അറിയാത്ത ഇതായിട്ടില്ല. ആരുടെ വെച്ചാൽ ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വലിയ ടാസ്ക് ഇല്ല. ഇപ്പം ശരിക്കും ചൈന വെച്ച് ഇപ്പോൾ ജർമ്മനിയിലെ അമേരിക്കയിലൊക്കെ പോയാൽ ചിലപ്പോൾ നമ്മൾ പെടും. അവിടുത്തെ ഇംഗ്ലീഷ് പോലും നമുക്ക് മനസ്സിലാവും. എന്നാൽ ചൈന ഭാഷ നമുക്ക് മനസ്സിലാവണമുണ്ട്. അതുപോലെ ചൈനക്കാർ നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. കാരണം അവർക്ക് മനസ്സിലായിട്ട് ശരിക്കും ട്രാൻസ്ലേറ്റിൻ്റെ ആവശ്യം വന്നിട്ടില്ല. നമ്മൾ ട്രാൻസ്ലേഷൻ ഡൗൺലോഡ് ചെയ്തൊക്കെ പോയാലും അവർ പറഞ്ഞതെല്ലാം നമുക്ക് മനസ്സിലാവണുണ്ട്. ഇംഗ്ലീഷ് മിക്സായി വരണമുണ്ട്, നമുക്ക് മനസ്സിലാവണമുണ്ട്. വലിയ ടാസ്ക്കായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ സ്ഥലം അടുത്ത് ചോദിച്ചാലും പറഞ്ഞുതരും. മെയിനായിട്ട് പാസ്പോർട്ട് കളയാൻ പാടില്ല, അതാണ് ഒരിത്. പാസ്പോർട്ട് കളയുകയാണെങ്കിൽ പിന്നെ ചൈനയിൽ പോകാൻ തീരെ ബുദ്ധിമുട്ടാണ്. വെച്ചാൽ ബാക്കിയുള്ള കൺട്രി പോലെ അല്ല ചൈന എന്ന് പറയണത്. അവിടെ ഫുൾ സെക്യൂരിറ്റിയാണ്, ഒരു 4 ഇമിഗ്രേഷനുണ്ട്. അതുകൊണ്ട് തീരെ ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ള എയർപോർട്ടിനെ കാട്ടി പാടാണ്. എയർപോർട്ടിനെ അപേക്ഷിച്ച് ചൈനയെ വരണമെന്ന് വെച്ചാൽ പാടാണ്. പിന്നെ വിസയും കാര്യങ്ങളൊന്നും ഇല്ലാത്തെങ്കിൽ പാടാണ്. പാസ്പോർട്ട് മാത്രം കളയാതെ സൂക്ഷിക്കുക, ബാക്കി എന്ത് ചെയ്താലും വലിയ സീനൊന്നുമില്ല. പിന്നെ ചിലർ പറയും കണക്ക് റോട്ടി തുപ്പല്ല, അതൊക്കെ വെറുതെയാണ് കേട്ടോ. ഞാൻ തുപ്പിയാണ് നടന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. ആരും ഒന്നും പറഞ്ഞു തന്നില്ല. പബ്ലിക്കായിട്ട് ഇങ്ങനെ ചുമ്മാ തുപ്പാൻ പാടില്ലെന്നേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ പറയത്തക്ക നീറ്റാണ് കേട്ടോ. ഫുൾ ഡെയിലി രാത്രി ക്ലീൻ ചെയ്യുന്നു അങ്ങനെ പറയണം. തറ, അതാ തറ മീൻസ് റോഡ്.就在这里呀，就是进去的那个地方，就是